ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പാൻറ്റ് എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാന്നുള്ളതാട്ടോ കാണിച്ചു തരുന്നത്. നമ്മുടെ കയ്യിലുള്ളൊരു പാൻറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് അതിൽ നിന്ന് അളവെടുത്തിട്ട് വെട്ടാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു 3/4 പാൻറ്റാണ്. നമുക്കിപ്പോൾ ഫ്രോക്ക് നെയ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന അത്യാവശ്യം ഇല്ലാത്തൊരു പാൻറ്റാണ് കേട്ടോ നമ്മളിന്ന് വെട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വെട്ടണേന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് വെട്ടണേന്ന്. തുണീനെ നമ്മൾ 4 മടക്കിയിടാം. അതിനുശേഷം ഇവിടെ സൈഡ് ഇതുപോലെ വരുന്നത് ഈ ഭാഗത്തേക്കും, അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റ് ആയിട്ടുള്ള ഈ ഭാഗമാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ കയ്യിലുള്ളൊരു പാൻറ്റ് ഇതുപോലെ മടക്കിയിടാം. കണ്ടോ? അപ്പോൾ നമ്മുടെ ഈ പാൻറ്റിൻ്റെ മൊത്തം ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 26 കേട്ടോ. നമുക്ക് എന്തോരം ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് ഹൈറ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും അവനവൻ്റെ ലെങ്ത്ത് എടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു നമ്മൾ വണ്ണെടുക്കുന്നത്, അതായത് ഈ പാൻറ്റിൻ്റെ അത്യാവശ്യം ലൂസായിട്ട് കിടക്കുന്ന ഒരു പാൻറ്റാണ്, ഭയങ്കര ടൈറ്റായിട്ട് കിടക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ വണ്ണെടുക്കുന്നത് നമ്മൾ 14. പിന്നെ അരവണ്ണം വരുന്നത് 10 കേട്ടോ. അരവണ്ണം നമ്മൾ എടുക്കുന്നത് 10. പിന്നെ ഇറക്ക് നമ്മൾ ഇപ്പോൾ ഈ വരയ്ക്കുന്നുണ്ടല്ലോ, അത് നമ്മളൊരു 10 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അതിന് ശേഷം ഒരു 3 സെൻറ്റിമീറ്റർ അങ്ങോട്ട് വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ കണ്ടോ ഇങ്ങോട്ട് നീട്ടിങ്ങനെ വരയ്ക്കുക. അതായത് ഒരു കുനിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് താഴോട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നീട്ടി വരയ്ക്കുക. അപ്പോൾ നമ്മൾ 25 എടുക്കുന്നത്. അപ്പോൾ 25 ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കുക എന്തോരാണ്. അതിന് ശേഷം ഒരു 10 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ച് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതുപോലൊരു കർവ് ഷേപ്പ് കണ്ടോ, ഇങ്ങനത്തെ ഒരു ഷേപ്പിലോട്ട് നമ്മൾ ആക്കിയിട്ട് വെട്ടണം നമ്മളത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലോട്ട് എത്തിയിട്ട് താഴോട്ട് ഇതുപോലെ വരയ്ക്കുക. നമ്മൾ തയ്യൽ തുമ്പ് ഇടണം കേട്ടോ. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇടാം ഇതിലൊക്കെ. അപ്പോൾ നമുക്ക് ഇനി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻറ്റ് വെട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെട്ടാൻ പറ്റും കേട്ടോ. ഈ ഒരു അളവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളൊരു പാൻറ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടായാലും പെട്ടെന്ന് വെട്ടിയെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഈ സൈഡിൽ മാത്രമേ നമുക്ക് അളവെടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കർവ് ഭാഗത്ത് നമ്മളിതുപോലെ അത്യാവശ്യം ലൂസിലിടുക. അത് അത്യാവശ്യം കുറച്ച് ലൂസിലിടുക. അപ്പോൾ അല്ലെങ്കിൽ ടൈറ്റ് വരും നമുക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലോട്ട് വെട്ടാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ പാൻറ്റ് വെട്ടാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഭയങ്കര ടഫായിരിക്കും എന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പാൻറ്റ് വെട്ടൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതിന് നമ്മൾ അലസ്റ്റിക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലസ്റ്റിക് ഇടുക, അല്ലെങ്കിൽ വെള്ളി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് അലസ്റ്റിക് ഇട്ടിട്ടായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റിച്ചിങ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അടുത്ത വീഡിയോയിലായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കട്ടിങ് മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്.